Dear students, ഇന്നത്തെ സബ്ജക്ട് ഇംഗ്ലീഷിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയത്തിന്റെ അപ്രീസിയേഷൻ ആണ്. പോയത്തിന്റെ പേരെന്താ? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് എ പോയം which celebrates the relation between man and nature by the most celebrated poet of nature, William Wordsworth. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന പോയം എന്താണ് പോയത്തിൽ പറയുന്നത്? മാനും നേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ആരാണ് പോയിറ്റ്? ഫേമസ് ആയിട്ടുള്ള നേച്ചറിന്റെ പോയിറ്റായ വില്യം വേർഡ്സ്വർത്ത്. The poet rejoices in the sights and sounds of nature and at the same time laments on what man has made of man. പോയറ്റ് വളരെയധികം സന്തോഷിക്കുന്നു നേച്ചറിന്റെ സൗണ്ട് കേട്ടിട്ടും പ്രകൃതിയുടെ ശബ്ദവും അതുപോലെ തന്നെ പ്രകൃതിയിലെ കാഴ്ചകളും കണ്ടിട്ട് പോയറ്റിന് വളരെയധികം സന്തോഷമാകുന്നു. അതുപോലെ തന്നെ പോയറ്റ് മനുഷ്യനോട് തന്നെ എന്താണ് ചെയ്യുന്നത്, എന്ത് ക്രൂരതയാണ് മനുഷ്യനോട് തന്നെ ചെയ്യുന്നത് എന്നാലോചിച്ച് പോയറ്റ് അതിൽ ദുഃഖിക്കുന്നു, വിലപിക്കുന്നു. അപ്പൊ എന്താണ് പറയുന്നത്? ഈ പോയത്തില് മാനും നേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് ഇതിൽ പറയുന്നത്. പിന്നെ കവി പ്രകൃതിയുടെ ശബ്ദവും അതുപോലെ തന്നെ പ്രകൃതിയിലെ കാഴ്ചകളും കണ്ട് കവി വളരെയധികം സന്തോഷിക്കുന്നു. അതേസമയം തന്നെ കവി വിലപിക്കുന്നു. എന്താണ് കാരണം? മനുഷ്യനോട് തന്നെ എന്ത് ക്രൂരതയാണ് ചെയ്യുന്നത് എന്നോർത്ത് കവി ദുഃഖിക്കുന്നു. The poet once sits in a grove in a very calm and relaxed mood. The poet once sits in a grove in a very calm and relaxed mood. കവി ഒരിക്കൽ ഒരു മരത്തോപ്പില് വളരെ ശാന്തനായിട്ട്, വളരെ ശാന്തമായ മൈൻഡോട് കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാം ആൻഡ് റിലാക്സ്ഡ് മൂഡിൽ ഇരിക്കുകയായിരുന്നു. He hears lots of various sounds and songs. കവി എന്തെല്ലാം കേട്ടു? ഒരുപാട് സൗണ്ടുകളും അതുപോലെ തന്നെ ഈ ഒരുപാട് പാട്ടുകളും ഒക്കെ കേട്ടു. He finds solace and becomes much pleased in the songs of birds and music of the woods. കവിക്ക് വളരെ സാന്ത്വനം അനുഭവപ്പെട്ടു. കവി വളരെയധികം സന്തോഷവാനായി. ബേർഡ്സിന്റെ പാട്ടുകളും അതുപോലെ തന്നെ വുഡ്സിൽ നിന്ന് വരുന്ന മ്യൂസിക് ഒക്കെ കേട്ടിട്ട് കവിക്ക് വളരെയധികം ആശ്വാസവും അതുപോലെ തന്നെ വളരെയധികം സന്തോഷവും തോന്നി. At the same time, some woeful thoughts come into his mind and he becomes pensive. അതേ സമയം തന്നെ കവിയുടെ മനസ്സിൽ കുറച്ച് ശോചനീയമായ ചിന്തകൾ വന്നു. അങ്ങനെ കവിയുടെ മനസ്സ് വളരെയധികം വ്യാകുലനായി. കവി അങ്ങനെ വളരെയധികം വ്യാകുലനായി, വളരെയധികം ദുഃഖിതനായി. എന്താണ് കവിക്ക് വിഷമം തോന്നിയ കാര്യം എന്താണ്? മനുഷ്യനോട് തന്നെ എന്ത് ക്രൂരതയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മനുഷ്യൻ പ്രകൃതിയോട് എന്ത് ക്രൂരതയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ഓർത്തിട്ടാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ചപ്പോഴാണ് കവിക്ക് വളരെയധികം ദുഃഖം തോന്നിയത്. He sees the primrose and periwinkle make wreaths in the bower there. അദ്ദേഹം പ്രിംറോസ് കണ്ടു, അതുപോലെ തന്നെ പെരിവിങ്കിൾ കണ്ടു. പെരിവിങ്കിൾ ചെടികള് അവയുടെ പുഷ്പചക്രങ്ങളെ മരത്തണലിൽ വളരുന്ന പ്രിംറോസ് കുലകൾക്കിടയിലൂടെ താഴേക്ക് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. എന്തൊക്കെ കണ്ടു? പ്രിംറോസ് കണ്ടു, പെരിവിങ്കിൾ കണ്ടു. പ്രിംറോസ് എന്താണ്? ലൈറ്റ് യെല്ലോ ഫ്ലവേഴ്സ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ പെരിവിങ്കിൾ എന്ന് പറഞ്ഞാലോ ഒരു പടരുന്ന ഒരു കാട്ടുചെടിയാണ്. ആ കാട്ടുചെടിയുടെ ഫ്ലവേഴ്സ് എങ്ങനെയായിരിക്കും? ലൈറ്റ് യെല്ലോ ഫ്ലവേഴ്സ് ഉള്ള ഇതാണ് പ്രിംറോസ്. അതുപോലെ പെരിവിങ്കിൾ എന്ന് പറഞ്ഞാൽ ബ്ലൂ ഫ്ലവേഴ്സ് ആണ്. പെരിവിങ്കിൾ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്, അതിന് ബ്ലൂ ഫ്ലവേഴ്സ് ആയിരിക്കും, ഒരു കാട്ടുചെടിയാണ്. അപ്പൊ അദ്ദേഹം എന്താ കണ്ടത്? പ്രിംറോസ് കണ്ടു, പെരിവിങ്കിൾ കണ്ടു. ഇതിലൊക്കെ നല്ലോണം എന്തുണ്ടായിരുന്നു? പുഷ്പചക്രങ്ങൾ ഉണ്ടായിരുന്നു. അത് മരത്തണലിൽ വളരുന്നത് അദ്ദേഹം കണ്ടു. He believes that every flower enjoys the air it breathes. അദ്ദേഹത്തിന് തോന്നി ഓരോ പൂവും അത് ശ്വസിക്കുന്ന വായു ആസ്വദിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. The birds around him express their thrill of pleasure by hopping and playing in the grove. അദ്ദേഹത്തിന് ചുറ്റുമുള്ള പക്ഷികൾ ചാടിയും കളിച്ചും അവയുടെ സന്തോഷങ്ങൾ കാണിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി.
അദ്ദേഹത്തിന് എന്താ തനിക്ക് ചുറ്റുമുള്ള പക്ഷികള് ചാടിയും അതുപോലെ തന്നെ ആ മരത്തണലില് മരത്തോപ്പില് ചാടിയും കളിച്ചും അവരുടെ സന്തോഷം പങ്കുവെക്കുന്നതായിട്ട് കവിക്ക് തോന്നി. He also notices the budding twigs spread out their tender leaves to catch the breezy air. അദ്ദേഹം കണ്ടു കുരുന്നിലകളോട് കൂടിയ ചില്ലകള് ഇളംകാറ്റിനെ, അതായത് ഇളംകാറ്റായി വീശുന്ന വായുവിനെ ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം എന്താ കണ്ടത്? ചെറിയ ചെറിയ ബഡ്ഡിംഗ് ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുരുന്നിലകളോട് കൂടിയ ചില്ലകള് എന്ത് ചെയ്തു? അത് എന്തിനു വേണ്ടി ശ്രമിക്കുന്നതായി തുടങ്ങി? അതിന്റെ ലീവ്സ്, ടെൻഡർ ലീവ്സ് എന്തിനെ ക്യാച്ച് ചെയ്യുന്നതായിട്ട് തോന്നി? ബ്രീസി എയറിനെ ക്യാച്ച് ചെയ്യുന്നതായിട്ട് തോന്നി. അതായത് ഇളം കാറ്റായിട്ട് വീശുന്ന വായുവിനെ ക്യാച്ച് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. In short, the poet sees thrilling sights, hears pleasant songs in everything he looks at in the grove, and he experiences the utmost pleasure of the world of nature. പോയിറ്റ് എല്ലായിടത്തും നല്ല സന്തോഷമുള്ള കാഴ്ചകളാണ് കണ്ടത്. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. പ്രകൃതിയുടെ ലോകം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നി. അയാളുടെ മാക്സിമം സന്തോഷം, അതായത് അത്രയും വളരെയധികം അദ്ദേഹം സന്തോഷവാനായി. പ്രകൃതിയെ കണ്ട് അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു. But when he thinks of the human world, he becomes sad. മനുഷ്യരെ കുറിച്ച് ആലോചിച്ചപ്പോൾ, മനുഷ്യലോകത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി. What man has done to mankind as well as to nature makes him uneasy and unpleasant. എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ മനുഷ്യരോട് തന്നെ ചെയ്യുന്നത് ആലോചിച്ചിട്ടും, അതുപോലെ തന്നെ മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരത, അതുപോലെ തന്നെ മനുഷ്യൻ പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരത, ഇതൊക്കെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ദുഃഖം തോന്നി. The coexistence in perfect harmony is the holy plan of nature. പ്രകൃതിയുടെ താല്പര്യം എന്താണ്? പ്രകൃതിയുടെ ആഗ്രഹം എന്താണ്? എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നാണ് പ്രകൃതി ആഗ്രഹിക്കുന്നത്. The poet realizes that humans do all the atrocities among themselves and cruelties to nature by destroying the ecosystem. പോയിറ്റിന് മനസ്സിലായി എല്ലാ മനുഷ്യരും പരസ്പര അതിക്രമങ്ങളാണ് കാണിക്കുന്നത്. പരസ്പരം അവർ അതിക്രമങ്ങളാണ് കാണിക്കുന്നത്. മാത്രമല്ല നേച്ചറിനോടും അതുപോലെ പ്രകൃതിയോട് ക്രൂരതയാണ് കാണിക്കുന്നത്. എക്കോസിസ്റ്റം ഡിസ്ട്രോയ് ചെയ്തിട്ട് എല്ലാ മനുഷ്യരും പരസ്പരം അതിക്രമങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയോടും ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് എന്ന് ആർക്ക് മനസ്സിലായി? പോയിറ്റിന് മനസ്സിലായി. They create discord and disharmony and fight and kill themselves. അപ്പോൾ എല്ലാവരും തമ്മിൽ പരസ്പരം കൊല്ലണം, അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യണം. അവർ തമ്മിൽ ഒരു ഐക്യവുമില്ല. എല്ലായിടത്തും എന്താണ് കാണുന്നത്? ഡിസ്കോർഡ് ആൻഡ് ഡിസ്ഹാർമണി. പിന്നെ എന്താണ് കാണുന്നത്? എല്ലാവരും പരസ്പരം വിയോജിപ്പാണ് കാണുന്നത്, ഒരു ഐക്യമല്ല കാണുന്നത് എന്ന് കവിക്ക് മനസ്സിലായി. All these wrong doings are against the holy plan of nature. ഈ എല്ലാ മോശമായിട്ടുള്ള കാര്യങ്ങളും പ്രകൃതിയുടെ പ്ലാനിന് എതിരാണ്. പ്രകൃതി ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഐക്യത്തോടു കൂടി ജീവിക്കാനാണ്. പക്ഷെ മനുഷ്യർ ചെയ്യുന്നത് എന്താണ്? പരസ്പരം അതിക്രമം കാണിക്കുകയും അതുപോലെ തന്നെ ക്രൂരതകൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. The poem becomes much appealing because of the sublimity of its theme and beauty of lines and the abundant use of various poetic devices. ഈ പോയം വളരെ അട്രാക്റ്റീവ് ആണ്. കാരണം എന്താ? വളരെ നല്ലൊരു തീമും അതുപോലെ തന്നെ വളരെയധികം അലിട്രേഷൻ, അതുപോലത്തെ ഹൈപ്പർബോൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ പോയം വളരെയധികം അട്രാക്റ്റീവ് ആണ്. The poet uses hyperbole when he says that he heard 1,000 blended notes. അതുപോലെ തന്നെ ഈ പോയിറ്റ് ഹൈപ്പർബോൾ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല he addresses nature as a person and calls it her. കവി നേച്ചറിനെ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. പിന്നെ അവൾ എന്നാണ് കവി നേച്ചറിനെ സംബോധന ചെയ്യുന്നത്. He makes the flowers breathe the air and makes the tender leaves of budding twigs catch the breezy air. വളരെയധികം കാവ്യഭംഗിയോടുകൂടിയാണ് ഈ കവിത രചിച്ചിട്ടുള്ളത്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്? ഫ്ലവേഴ്സ് എയറിന് ബ്രീത്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ ടെൻഡർ ലീവ്സ്, ബഡ്ഡിംഗ് ട്വിഗ്സിന്റെ ടെൻഡർ ലീവ്സ് ബ്രീസി എയറിനെ ക്യാച്ച് ചെയ്യുന്നു. അങ്ങനെയുള്ള നല്ല നല്ല യൂസേജ് ഒക്കെ നമുക്ക് ഈ പോയത്തിൽ കാണാൻ സാധിക്കും.
All these are perfect examples of personification. അപ്പൊ ഇതില് പേഴ്സണിഫിക്കേഷൻ എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പൊ പേഴ്സണിഫിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഹൈപ്പർബോൾ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അലിട്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പോയം വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. A beautiful instance of the alliteration can be seen in the line, "What man has made of man." അപ്പോ കണ്ടോ, എം എന്നുള്ള ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലേ? അപ്പോൾ അലിട്രേഷൻ കാണാൻ സാധിക്കും. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അപ്പൊ വളരെ കാവ്യഭംഗിയോട് കൂടിയാണ് കവി ഈ പോയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണ്. കാരണം എന്താണ്, ഇതിൽ അലിട്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, വളരെ നല്ലൊരു തീമാണ്, പേഴ്സണിഫിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പേഴ്സൺ ആയിട്ടാണ് നേച്ചർ കാണുന്നത്, അതുകൊണ്ടാണ് അവളെന്ന് അഭിസംബോധന ചെയ്യുന്നത്. പിന്നെ ഇതിൽ വളരെയധികം കുറേ നല്ല നല്ല എക്സ്പ്രഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്രീസിയേഷൻ ആണിത്. വളരെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഒന്നുകൂടി പറയാം. Lines Written in Early Spring is a poem which celebrates the relation between man and nature by the most celebrated poet of nature, William Wordsworth. The poet rejoices in the sights and sounds of nature and at the same time laments on what man has made of man. The poet once sits in a grove in a very calm and relaxed mood. He hears lots of various sounds and songs. He finds solace and becomes much pleased in the songs of birds and music of the woods. At the same time, some woeful thoughts come into his mind and he becomes pensive. He sees the primrose and periwinkle make wreaths in the bower there. He believes that every flower enjoys the air it breathes. The birds around him express their thrill of pleasure by hopping and playing in the grove. He also notices the budding twigs spread out their tender leaves to catch the breezy air. In short, the poet sees thrilling sights, hears pleasant songs in everything he looks at in the grove, and he experiences the utmost pleasure of the world of nature. But when he thinks of the human world, he becomes sad. What man has done to mankind as well as to nature makes him uneasy and unpleasant. The coexistence in perfect harmony is a holy plan of nature. The poet realizes that humans do all atrocities among themselves and cruelties to nature by destroying the ecosystem. They create discord and disharmony and fight and kill themselves. All these wrongdoings are against the holy plan of nature. The poem becomes much appealing because of the sublimity of its theme and beauty of lines and the abundant use of the various poetic devices. The poet uses hyperbole when he says that he heard 1,000 blended notes. He addresses nature as a person and calls it her. He makes the flowers breathe the air and makes the tender leaves of budding twigs catch the breezy air. All these are perfect examples of personification. A beautiful instance of the alliteration can be seen in the line, "What man has made of man." വളരെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.